ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മല്ലു വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് OTT റിലീസ് അപ്ഡേറ്റുകളും കുറിച്ചുള്ളൊരു വീഡിയോ വ്ളോഗാണ്. ഈ ഒരു ആഴ്ചയിൽ ഒരുപാട് ചിത്രങ്ങളാണ് OTT റിലീസിന് എത്തുന്നത്. സർപ്രൈസ് ആയിട്ടുള്ള കുറച്ച് റിലീസുകളും ഈ ഒരു ആഴ്ചയിൽ OTT റിലീസിന് എത്തുന്നത്. അതായത് ക്രിസ്മസ് പ്രീമിയർ ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങളും ഈ ഒരു ആഴ്ചയിൽ OTT റിലീസിന് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പല്ലോട്ടി 98 കിഡ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൈജു കുറുപ്പ്, അതുപോലെ തന്നെ അർജുൻ അശോകൻ, ബാലു വർഗീസ്, സുധി കോപ്പ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പല്ലോട്ടി 98 കിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെയും അതുപോലെ തന്നെ മനോരമ മാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു 90കളിലെ കുട്ടികളുടെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചിത്രമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെയും മനോരമ മാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് അവാർഡുകളൊക്കെ ഈ ചിത്രം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നവാഗതനായിട്ടുള്ള ജിതിൻ രാജാണ് ഒരു ചിത്രത്തിൻ്റെ സംവിധായകൻ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെയും മനോരമ മാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗേൾസ് വിൽ ബി ഗേൾസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കനി കുസൃതി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡ്രാമ വത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഗേൾസ് വിൽ ബി ഗേൾസ് എന്ന് പറയുന്ന ചിത്രം. ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു. ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്തിയിരിക്കുകയാണ്. ഹിന്ദി അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷയിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്തിയിരിക്കുകയാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു ഡ്രാമ വത്തിലെടുത്താവുന്ന ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സീബ്ര എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സത്യദേവ്, അതുപോലെ തന്നെ ധനഞ്ജയ, സത്യരാജ്, സുനിൽ, പ്രിയ ഭവാനി ശങ്കർ, അതുപോലെ തന്നെ അവസാനമായിട്ട് അമൃത അയ്യങ്കാർ എന്നിവർ കൂടി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാസ് പക്ക ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു സീബ്ര എന്ന് പറയുന്നത്. നവംബർ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഒരു തെലുങ്ക് ചിത്രമായിരുന്നു സീബ്ര എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ആഹാ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം ആഹാ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പാലും പഴവും എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അശ്വിൻ ജോസ്, മീര ജാസ്മിൻ, രചന നാരായണൻകുട്ടി, ശാന്തി കൃഷ്ണ, മണിപിള്ള രാജു, അശോകൻ, മിഥുൻ രമേശ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു പാലും പഴവും എന്ന് പറയുന്നത്. നമ്മുടെ VKP സംവിധാനിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പാലും പഴവും എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി സൈന പ്ലേയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. വൈകുന്നേരം ഏകദേശം ഒരു 8 മണിക്കുള്ളിലായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കടകൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അക്കിം ഷാ, അതുപോലെ തന്നെ ശരത് സഭ, രഞ്ജിത്ത്, അർശ്ലി അശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലെടുത്താവുന്ന ചിത്രമായിരുന്നു കടകൻ എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള സൺനെസ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി സൺനെസ്റ്റിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മുറ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ മാല പാർവതി, കനി കുസൃതി, ഹൃദു ഹാറൂൺ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു മുറ എന്ന് പറയുന്നത്. തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള ചിത്രം കൂടിയായിരുന്നു മുറ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 21-ന് ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പുഷ്പ 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അല്ലു അർജുൻ ഗാരു കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പക്ക ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു പുഷ്പ 2 എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിന് കൊടുത്തുള്ള കരാറ് റിലീസ് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ചിത്രം റിലീസ് ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 2025 ജനുവരി 9-ാം തീയതിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. പക്ഷേ അതിന് മുമ്പ് ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി ഹിന്ദുസൻ എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് വകുപ്പ് ലീക്കഡായിട്ട് റിലീസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നിറങ്ങൾ 3 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഥർവ, റഹ്മാൻ, ശരത് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ
കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു നിറങ്ങൾ മൂன்று എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ ചിത്രത്തിൻ്റെ ലീക്ക്ഡ് പ്രിന്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി സിംപ്ലി സൗത്ത്, ടെൻഡാകോട്ട, അതുപോലെ തന്നെ ആഹാ തമിഴ് എന്നീ OTT പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ചിത്രം തമിഴ് ഭാഷയിലായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുക. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മദനോത്സവം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ബാബു ആന്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മദനോത്സവം എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് 1.5 വർഷത്തിന് ശേഷമാണ് ചിത്രം ഇപ്പോൾ OTT റിലീസിന് എത്തുന്നത്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 21-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 24-ാം തീയതി നമ്മുടെ മനോരമ മാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മഴവിൻ മനോരമയിലെ ഒരു സീരിയലായിട്ടുള്ള മറിമായം ടീം ഒന്നിക്കുന്ന ഒരു മലയാളം മൂവിയായിരുന്നു പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുന്നത്. നമ്മുടെ മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ, അതുപോലെ തന്നെ രചന നാരായണൻകുട്ടി, സ്നേഹ, അങ്ങനെ ഒട്ടേറെ മറിമായം എന്ന് പറയുന്ന സീരിയലിലുള്ള ഒരുപാട് ആൾക്കാർ കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മനോരമ മാക്സും, സാറ്റലൈറ്റ് റൈറ്റ്സ് ആയത് TV റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ ഏഷ്യനെറ്റ് മൂവീസാണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 25-ാം തീയതി ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് ഏഷ്യനെറ്റ് മൂവീസിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം ചിത്രം ഈ വരുന്ന ഡിസംബർ 27-ന് നമ്മുടെ മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. താനാര എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദീപ്തി സതി, സ്നേഹ ബാബു, ചിന്നു ചാന്ദി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലൂടെ താവുന്ന ചിത്രമായിരുന്നു താനാര എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു വലിയ വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് സിംപ്ലി സൗത്തും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി സിംപ്ലി സൗത്തിലൂടെയും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്വർഗവാസൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ RJ ബാലാജി, സെൽവരാഘവൻ, അതുപോലെ തന്നെ ഹക്കീം ഷാ, പിന്നെ അതുപോലെ ഷറഫുദ്ദീൻ, സാനിയ അയ്യപ്പൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പേഴ്സണൽ ഡ്രാമ വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു സ്വർഗവാസൽ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ലീക്ക്ഡ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ചിത്രത്തിന്റെ OTT റിലീസ് വരുന്ന ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം മലയാളം ഉൾപ്പെടെയുള്ള പാനിന്ത്യ ഭാഷയിൽ, തമിഴ് ഉൾപ്പെടെയുള്ള പാനിന്ത്യ ഭാഷയിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. DNA എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഷ്കർ സൗദാൻ, അതുപോലെ തന്നെ റായി ലക്ഷ്മി, ഹന്നാൻ റിജി ഘോഷ്, അജു വർഗീസ്, ബാബു ആന്റണി, റിയാസ് ഖാൻ, അതുപോലെ തന്നെ സ്വാസിക വിജയ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു DNA എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള സൈൻ അപ്പ് ആണ്. ചിത്രം ഒരുപാട് പേര് അതിൻ്റെ അടുത്ത് കമന്റിലൊക്കെ ചോദിക്കുന്ന ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നുള്ളത്. മേ ബി ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി സൈൻ അപ്പ് ലൈനിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹലോ മമ്മി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി, ജഗദീഷ്, ജോണി ആന്റണി, അജു വർഗീസ്, അദ്രിജോ, അതുപോലെ തന്നെ ജോമോൻ ജ്യോതിർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റോട് കൂടിയിട്ട് ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഓശാന എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബാലാജി ജയരാജ്, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, അതുപോലെ തന്നെ സാബുമോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഓശാന എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് എത്തിയിട്ട് വലിയ വെളിച്ചം തട്ടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ജനുവരി മാസമായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ത്രയം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, സണ്ണി വെയിൻ,
ഡെയിൻ, ചന്തുനാഥ്, അനാർക്കലി മരക്കാർ, അതുപോലെ തന്നെ അജു വർഗീസ്, ഡെയിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ കാറ്റഗറിയിലെടുത്ത ചിത്രമായിരുന്നു ത്രയം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതിയോ അല്ലെങ്കിൽ ഡിസംബർ 31-ാം തീയതിയോ ആമസോൺ പ്രൈമിലൂടെയും മനോരമ മാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.